മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് രാവിലെ നേരം വെളുത്ത ഉടനെ തന്നെ പത്രം വന്നു. പത്രത്തിലാണെങ്കിൽ ഒരു വെണ്ടക്ക അക്ഷരത്തിൽ തന്നെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. രോഹിത്തും ഹരിശങ്കറും ചെയ്ത ആ ഒരു പണികളൊക്കെ അവരുടെ ഫോട്ടോ സഹിതം തന്നെ പത്രത്തിലെ മുൻ പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ബാലചന്ദ്ര മേനോന്റെ വീട്ടിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി ആരും ഒട്ടും തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. അതും ഒരു പാവം പിടിച്ച കോളനിയിലെ പെൺകുട്ടിയെ പ്രേമം നടിച്ച് വശത്താക്കിയിട്ട് ഒന്നുമല്ല, 4 പേര് പീഡിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ നാട്ടുകാർക്കത് സഹിക്കാനായില്ല. സ്ത്രീകളും കുട്ടികളും ആണുങ്ങളും ഒക്കെ കൂടെ കടപ്പാടൂർ വീടിന്റെ ഗേറ്റിന്റെ മുന്നിലേക്ക് ഇരിച്ചു കയറി വരികയാണ്. ചിലരൊക്കെ കല്ലെടുത്ത് വീടിന് നേരെ എറിയുന്നുണ്ട്. ഇറങ്ങി വാടാ അങ്ങോട്ടേക്ക്, നാണമില്ലല്ലോ നിനക്കൊക്കെ, സമൂഹത്തിൽ വലിയ നിലയിൽ ജീവിച്ചിട്ട് ഇതാണോ നിന്റെയൊക്കെ മക്കൾ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരൊക്കെ ഇങ്ങനെ ചീത്ത വിളിക്കാണ്. ബാലചന്ദ്രൻ അകത്തുണ്ടെന്നാണ് അവർ വിചാരിക്കുന്നത്. അവിടെയുള്ളവർക്കൊന്നും അദ്ദേഹം ഹോസ്പിറ്റലിലാണെന്നോ വൈജയന്തിന്റെ അവസ്ഥയെ പറ്റിയിട്ടോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അകത്ത് ആളുണ്ട് എന്ന് കണ്ടപ്പോൾ അവന് വിളിച്ചു പറയുന്നുണ്ട്, എടാ നീ പൈസ കൊടുത്ത് ഇതൊക്കെ ഒതുക്കി തീർക്കാമെന്ന് കരുതിയല്ലേ? സത്യം എല്ലാ കാലത്തും മൂടി വെക്കാനൊന്നും പറ്റില്ലടാ. നിന്റെ മനസ്സിൽ സ്വന്തം മകനെ രക്ഷിക്കണമെന്നല്ലേ ഉള്ളൂ. നിനക്കുമില്ലടാ അമ്മയും പെങ്ങന്മാരും ഒക്കെ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിനെ. സ്ത്രീകളൊക്കെ ഇങ്ങനെ ഇളകി മറിഞ്ഞു വരികയാണ്. ആ സമയം തന്നെ അലീനയും കൃഷ്ണമോളും ജനലിലൂടെ നോക്കിയപ്പോൾ നാട്ടുകാരൊക്കെ ഗേറ്റൊക്കെ പിടിച്ചു കുലുക്കുന്നതാണ് കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി എന്ന് കൃഷ്ണമോള് സങ്കടത്തോടുകൂടെ ചോദിച്ചപ്പോൾ തൽക്കാലം വാതിൽ തുറക്കാൻ പറ്റില്ല മോളെ, നാട്ടുകാരൊക്കെ ഇളകിയിരിക്കാണ്. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം ആർക്കും ഇത് സഹിക്കാൻ പറ്റില്ല. ആ കൊച്ചിനെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായേനെന്ന് അലീന മറുപടി പറഞ്ഞു. നമുക്ക് പോലീസിനെ വിളിച്ചാലോ എന്ന് കൃഷ്ണമോള് ചോദിച്ചപ്പോൾ പോലീസിനെ വിളിക്കാനോ? അവര് വന്നാലും ഇപ്പോ ഇതിലെന്ത് ചെയ്യാനാണ്? ഇതൊരു ചെറിയ സംഗതിയല്ലല്ലോ, കോളുകളൊക്കെ സൃഷ്ടിച്ച കാര്യമാണല്ലോ എന്ന് അലീന പറഞ്ഞു. അതോടുകൂടെ തന്നെ ഒരു കല്ല് വന്ന് ജനൽ ചില്ലങ്ങ് തകർത്തു. പേടിച്ചു പോയ കൃഷ്ണമോള് അലീനയെ ഓടിയിട്ടങ്ങ് കെട്ടിപ്പിടിച്ചു. ചേച്ചി എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ കെട്ടിപ്പിടിക്കാണ് കൃഷ്ണമോള്. മോളെ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അലീന അവളെ ആശ്വസിപ്പിക്കാണ്. മുറ്റത്തിരുന്ന ചെടിച്ചട്ടികളൊക്കെ ആകെ തകർന്ന് തരിപ്പണമാക്കിയിരിക്കാണ്. പക്ഷേ മുറിക്കുള്ളിലിരുന്ന ബബിതക്ക് ഇതൊന്നും തന്നെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ബബിത അപ്പോഴും ഫോണിൽ കളിച്ചിരിക്കാണ്. ആകാശം ഇടിച്ചു വീണാലും തനിക്കൊരു കുഴപ്പമില്ല, തന്റെ കാമുകനായിട്ട് ചൊല്ലണമെന്നൊരൊറ്റ ചിന്ത മാത്രമേ ബബിതയുടെ മനസ്സിലുള്ളൂ. പുറത്ത് നാട്ടുകാരുടെ ആക്രോശം തുടരുകയാണ്. ചേച്ചി ഇനി എന്ത് ചെയ്യുമെന്ന് കൃഷ്ണമോള് വീണ്ടും ചോദിച്ചപ്പോൾ നമുക്ക് എവിടെ നിന്നും അടങ്ങിയിരിക്കാമോളെ, അവർക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് വരാനൊന്നും പറ്റില്ലല്ലോ. ദേഷ്യം തീരുമ്പോൾ അവരങ്ങ് പൊയ്ക്കോളും എന്ന് പറഞ്ഞ് അലീന കൃഷ്ണമോളെ ആശ്വസിപ്പിച്ചു. എന്നാ നമുക്ക് ഗോവർദ്ധങ്കിനെ വിളിച്ചാലോ എന്ന് ചോദിച്ച് അലീന അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ഇവിടെ കുറെ പേര് വന്നിട്ട് ഗേറ്റിന്റെ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ സേഫ് ആണല്ലോ എന്ന് അദ്ദേഹം തിരക്കി. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഗേറ്റ് നേരത്തെ തന്നെ പൂട്ടിയിരുന്നു എന്ന് അലീന മറുപടി നൽകി. മനു വിളിച്ചപ്പോൾ അവിടുത്തെ ബഹളത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇവിടെയും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആരും ഗേറ്റ് തുറക്കരുത് എന്ന് ഗോവർദ്ധനൻ പറഞ്ഞു. അങ്കിൾ എവിടെയാണെന്ന് തിരക്കിയപ്പോൾ ബാലേട്ടനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണെന്നും പേടിക്കണ്ട ധൈര്യമായിട്ടിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുന്നത്. ഫോൺ വെച്ചുവെങ്കിലും അലീനക്ക് വലിയ ടെൻഷനായിരുന്നു. തന്റെ കാര്യം ഓർത്തുകൊണ്ടല്ല, കൃഷ്ണമോളുടെയും ബബിതയുടെയും സുരക്ഷയാണ് അവൾ ഓർത്തത്. അതുതന്നെയാണ് അവളുടെ പേടി. ബബിതേച്ചി ഇപ്പോഴും മുറിക്കുള്ളിൽ തന്നെയാണോ ചേച്ചി? അച്ഛനും അമ്മയും ഈ അവസ്ഥയിലിരിക്കുമ്പോഴും ആഹാരത്തിന്റെ കാര്യം പോലും അവൻ അന്വേഷിക്കാറില്ലല്ലോ എന്ന് കൃഷ്ണമോള് വിഷമിച്ചു. സാരമില്ല മോളെ, അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞ് അലീന അവളെ ചേർത്ത് പിടിക്കാണ്. ഇതേ സമയം ഹോസ്പിറ്റൽ വൈജയന്തിയുടെ അകത്തേക്ക് നഴ്സ് വന്ന് പരിഹാസത്തോടെ പറയുന്നുണ്ട്, എന്നാലും മാഡത്തിന്റെ മോനാള് കൊള്ളാലോ. കാര്യം മനസ്സിലാവാതെ നോക്കിയ വൈജയന്തിക്ക് നഴ്സ് ആ ഒരു പത്രം എടുത്തു കൊടുത്തു. പത്രത്തിൽ തന്റെ മകനും ഹരിയും മറ്റും ഷർട്ട് പോലും ഇടാതെ വെറും ബർബണ മാത്രം ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോയും ആ ഒരു വാർത്തയെല്ലാം തന്നെ വൈജയന്തി കണ്ട് ആകെ ഞെട്ടിപ്പോയി. പീഡിപ്പിച്ചവന്റെ അമ്മ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഹോസ്പിറ്റലിലേക്ക് കുറെ ആളുകൾ മുറിയിലേക്ക് കയറി വന്നു. മക്കളെ വളർത്താൻ നിങ്ങൾക്കറിയില്ല അല്ലേ? വെറുതെ അല്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്. ആ പാവം പെൺകുട്ടിയെ ഇല്ലാതാക്കി കളഞ്ഞല്ലോ. മക്കളെ നല്ല രീതിയിൽ തന്നെ വളർത്തണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിനെ അവർ കാർക്കിച്ചു തുപ്പാണ്. നേഴ്സ് അവരെ ഒരുവിധം അങ്ങ് പറഞ്ഞ് പുറത്താക്കി. ഇവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കാതെ പോവാൻ പറയും. നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അവരുടെ ദേഷ്യം തീർക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നേഴ്സ് പറഞ്ഞപ്പോൾ വൈജയന്തിക്ക് ആരുടെയും മുഖത്തു പോലും നോക്കാനാവാതെ കണ്ണീരൊഴുക്കി കിടക്കാനേ കഴിഞ്ഞുള്ളൂ. ആ സമയം ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ഗോവർദ്ധനൻ അവിടെ എത്തി. വിശേഷങ്ങളൊക്കെ ചോദിച്ച ബാലചന്ദ്രനോട് ജാമ്യം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഗോവർദ്ധനൻ പറഞ്ഞു. ഇവിടെ പത്രമോ ഫോണോ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പത്രം ഒന്നും വായിക്കാതിരിക്കുന്നതാണ് നല്ലത്, അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് ഗോവർദ്ധനൻ കള്ളം പറഞ്ഞു. പക്ഷേ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഗോവർദ്ധന നീ എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണ്. എനിക്കറിയാം, വരാൻ പോകുന്നതിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ തന്നെ കണ്ടതാണ്. നാട്ടിൽ വലിയ പ്രശ്നമാണെന്നും വക്കീൽ പറഞ്ഞത് ജാമ്യം അത്ര എളുപ്പമാവില്ല എന്നൊക്കെയാണെന്ന് ഗോവർദ്ധനൻ പറഞ്ഞു. അലീന പരാതി കൊടുത്തതിന്റെ ദേഷ്യത്തിലാണ് പോലീസുകാര്. രേവതിക്കുട്ടിയുടെ വീട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ് അലീന ഇന്ന് അവിടെ നിന്ന് വരാൻ പറ്റിയത്.
അവരില്ലായിരുന്നുവെങ്കിൽ എന്തായേനെന്ന് ബാലചന്ദ്രൻ ആകെ ടെൻഷനായി. സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും തനിക്ക് ഒട്ടും തന്നെ സമാധാനമില്ലെന്നും കട തുറന്നാൽ നാട്ടുകാർ പ്രശ്നമുണ്ടാക്കില്ലെന്നും ബാലചന്ദ്രൻ ചോദിച്ചു. തൽക്കാലം കട തുറക്കണ്ട എന്ന് ഗോവർദ്ധനൻ പറയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയാൽ മതിയെന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അനീലയുണ്ടല്ലോ എന്ന് ഗോവർദ്ധനൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇതേ സമയം രേവതിക്കുട്ടി പത്രവാർത്ത കണ്ടുകൊണ്ട് തന്നെ മാമച്ചായനും ഗ്രേസിയാമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അലീനയെ ഫോണിൽ വിളിച്ചപ്പോൾ നാട്ടുകാർ വീട് വളഞ്ഞ കാര്യമൊക്കെ അലീന സങ്കടത്തോടെ പറയണേ. അലീന ചേച്ചി അവിടെ ശരിക്കും പെട്ടുപോയല്ലോ എന്ന് രേവതിക്കുട്ടി വിഷമിച്ചു. എനിക്ക് ഇവിടെ നിന്നും ഇട്ടേച്ചു വരാൻ പറ്റില്ലല്ലോ മോളെ എന്ന് അലീന മറുപടി നൽകുകയാണ്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണമെന്ന് രേവതിക്കുട്ടി പറഞ്ഞുവെങ്കിലും മാമച്ചായനും ഗ്രേസി ആന്റിയും എനിക്ക് വേണ്ടി ഒരുപാടധികം കഷ്ടപ്പെട്ടു. ഇനിയും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയാൻ അലീന. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം അലീന ഹോസ്പിറ്റലിൽ പോവാൻ തീരുമാനിച്ചു. ഗേറ്റ് നന്നായി പൂട്ടണമെന്നും ബന്ധുക്കളോ ഗോവർദ്ധനാങ്കിളോ വന്നാൽ മാത്രമേ വാതിൽ തുറക്കാവൂ എന്നും കൃഷ്ണമോൾക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് കേട്ടോ അലീന അവിടെ നിന്നും ഇറങ്ങുന്നത്. അലീന ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഇറങ്ങുമ്പോൾ കൃഷ്ണമോൾ അവളുടെ കൈകൾ ഇങ്ങനെ മുറുകി പിടിച്ചു. പുറത്ത് നാട്ടുകാരുടെ ബഹളം അല്പം ശാന്തമായെങ്കിലും അന്തരീക്ഷത്തിൽ ഒരു വല്ലാത്ത ഭയമുണ്ടായിരുന്നു. ചേച്ചി പേടിയാവുന്നോ? ചേച്ചി ഒറ്റക്കാണോ പോകുന്നത് എന്ന് കൃഷ്ണമോള് വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അലീന അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറയുന്നുണ്ട്. മോളെ, അച്ഛൻ അവിടെ ഒറ്റക്കാണ്. അമ്മയുടെ അവസ്ഥയും നിനക്കറിയാലോ. എനിക്ക് പോയേ തീരൂ. നീ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയിട്ട് ബബിതയുടെ മുറിയിൽ പോയി ഇരിക്ക്. ആര് വന്നാലും ആര് വിളിച്ചാലും നീ വാതിൽ തുറക്കരുത്, മനസ്സിലായല്ലോ? അലീന അടുക്കൽ വാതിൽ വഴി ആരും കാണാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ടൗണിലെ വലിയ ആശുപത്രിയിലെത്തിയപ്പോൾ അവിടെ ആൾക്കൂട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ മേനോന്റെ മകൻ ചെയ്ത ക്രൂരത നാട്ടിലാകെ പാട്ടായത് കൊണ്ട് തന്നെ എല്ലാവരും ആ കുടുംബത്തെ വെറുപ്പോടുകൂടിയാണ് നോക്കി കാണുന്നത്. അലീന പതുക്കെ അച്ഛന്റെ ക്യാബിനിലേക്ക് നടന്നു. ഉള്ളിൽ ഗോവർദ്ധനൻ അങ്കിളും അച്ഛനും ഗൗരവമായിട്ടുള്ള ചർച്ചയിലാണ്. അലീനെ കണ്ടപ്പോ ബാലചന്ദ്രൻ മേനോന്റെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, നീ എങ്ങനെ ഇവിടെ എത്തി? വീട്ടിൽ പ്രശ്നമൊന്നുമില്ലല്ലോ? അദ്ദേഹം വിക്കി വിക്കി ചോദിച്ചു. സാരമില്ല അച്ഛാ, എല്ലാം ശരിയാവും. അച്ഛനിപ്പോ ഇതൊന്നും ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട. അലീന അദ്ദേഹത്തിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ആശ്വാസവാക്കുകൾക്കപ്പുറം ഒരു വലിയ കൊടുങ്കാറ്റ് വരാനിരിക്കുന്നുണ്ട് എന്ന് അവൾക്കറിയാമായിരുന്നു. ഇതേ സമയം തൊട്ടടുത്ത വാർഡിൽ വൈജയന്തിയുടെ അവസ്ഥ ദയനീയമായിരുന്നു. നഴ്സുമാർ പോലും അവരെ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത്. തന്റെ മകൻ ഒരു ക്രിമിനലായി മാറിയെന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാനായില്ല. ആ സമയത്താണ് അവിടേക്ക് അപ്രതീക്ഷിതമായ ഒരു അതിഥി വരുന്നത്. അത് മറ്റാരുമല്ല, പീഡനക്കേസിന് ഇരയായ പെൺകുട്ടിയുടെ അച്ഛൻ പ്രേമനായിരുന്നു. കണ്ണുകളിൽ കത്തുന്ന പകയുമായി അയാൾ വൈജയന്തിന്റെ മുന്നിലേക്ക് വന്നു നിന്നു. നിന്റെ മോൻ എന്റെ മോളുടെ ജീവിതം തകർത്തു. ഇതിന് നീയും നിന്റെ കുടുംബവും അനുഭവിക്കും. നിയമം നിങ്ങളെ വിട്ടാലും ഈ പ്രേമം നിങ്ങളെ വിടില്ല. അയാളുടെ ആക്രോശം കേട്ടുകൊണ്ട് തന്നെ വൈജയന്തി ബോധരഹിതയായി വീണു. ആശുപത്രിയിൽ വീണ്ടും ബഹളമായി. അലീന അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഒരു വശത്ത് സ്വന്തം അച്ഛൻ, മറുവശത്ത് തെറ്റ് ചെയ്തില്ലെങ്കിലും തന്റെ അമ്മയായ വൈജയന്തി. ആരെ സംരക്ഷിക്കണമെന്നറിയാതെ അലീന ആകെ പകച്ചു പോവാണ്. ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിക്കാർ പ്രേമനെ പിടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും അലീനയുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. വീട്ടിൽ നിന്നും കൃഷ്ണമോളാണ് വിളിക്കുന്നത്. ചേച്ചി വേഗം വാ, ആരോ ഗേറ്റ് തകർത്ത് അകത്തേക്ക് കയറാൻ നോക്കുന്നു. ബബിതേച്ചി മുറിയിലാണെങ്കിൽ വാതിൽ തുറക്കുന്നില്ല. കൃഷ്ണമോളുടെ നിലവിളി കേട്ട് അലീനയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ ഗോവർദ്ധന അങ്കിനെ നോക്കി. അങ്കിൾ വീട്ടിലാരോ കയറി, എനിക്ക് ഉടനെ തന്നെ പോകണമെന്ന് പറയും. അലീന ആശുപത്രി പടികയിൽ ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കുന്ന ഈ ദുരന്തത്തിൽ നിന്നും എല്ലാവരെയും എങ്ങനെ രക്ഷിക്കും? സത്യവും നീതിയും ഒരു വശത്ത്, കുടുംബ ബന്ധങ്ങൾ മറുവശത്ത്. അലീനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടം അവിടെ തുടങ്ങുകയായിരുന്നു.